ഞാൻ ആദ്യം ഈ ആരാധന ഇന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വന്ന ദൈവജനത്തെ തടഞ്ഞ ആ ഒരു സംഭവം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൻ്റെ അകത്ത് ഒത്തിരി പ്രയാസം തോന്നി, ഒത്തിരി ഭാരം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ ദിവസം എന്നോട് ഇത് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും വലിയ ക്രമീകരണങ്ങളൊന്നും അല്ലെങ്കിലും ഞാനും ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. 33 വർഷമായിട്ട് ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ സഭയിൽ മറ്റൊരു ദൈവദാസനെ ഇന്ന് ശുശ്രൂഷയ്ക്കാക്കിയിട്ടാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ദേവാസനെ പാലിയോടെന്ന് പറയുന്ന സ്ഥലത്ത് 72 വയസ്സുള്ള ഒരു ദൈവദാസനെ ഒരു സുവിശേഷ വിരോധി ആ സഭയിലിരുന്ന് സ്റ്റീലിൻ്റെ ജഗ് എടുത്ത് തലയ്ക്കിട്ട് ഒരൊറ്റ അടി, 12 കുത്തിക്കെട്ട് പിടിച്ചു മാറ്റാൻ വന്നൊരു സഹോദരിയുടെ സാരി ഇവൻ ആ പുൽപ്പറ്റെ വെച്ച് വലിച്ചു പറിച്ചു. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, എത്ര ഗുരുതരമായി തെറ്റാണ്. എന്നിട്ട് അവൻ ആക്രോശിച്ചു, അടുത്ത ഞായറാഴ്ച ഈ സഭയിൽ നിങ്ങൾ ആരാധന നടത്തിയാൽ ഞാനിത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ IPCയുടെ ചർച്ചാണ്. ഞാൻ ഈ വിഷയം അറിഞ്ഞു. അപ്പോൾ അടുത്ത ഞായറാഴ്ച ആ ദൈവദാസ ഹോസ്പിറ്റലില്ല, ആ സഭയിൽ പാസ്റ്ററില്ല. എൻ്റെ സഭയിൽ വേറൊരു ദൈവദാസനെ ആക്കിയിട്ട് ഞാൻ ആ സഭയിൽ പോയി ആരാധന നടത്തി. ഞാൻ പറഞ്ഞു, നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞു, നല്ല അപ്പന് ജനിച്ചവനാണെങ്കിൽ കത്തിക്കടാന്ന് പറഞ്ഞു. കാരണം കേരളത്തിൽ നിന്ന് ഈ പെന്തക്കോസ്തിൻ്റെ സഭ കത്തിക്കാൻ തുടങ്ങി എത്ര സഭ കത്തിക്കും? എടാ, പണ്ട് ഞങ്ങളെ ബാർബർ ഷോപ്പിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ, പെന്തക്കോസ്തുകാരനാന്ന് പറഞ്ഞ്. പന്തിക്ക് ഇലയിട്ടിട്ട് നീ പെന്തക്കോസ്തുകാരനാണ്, ഈ പന്തിക്ക് ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പേപ്പട്ടിയെപ്പോലെ തല്ലി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, 100 വർഷം കൊണ്ട് ഒത്തിരി കാര്യമൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും കേരളത്തിൽ ഇന്ന് 10-40 ലക്ഷം ഉണ്ട്. ഇത് അടിക്കും തോറും വളരും. അടിക്കാതിരുന്നാ നിന്റെ ഭാഗ്യം. നിങ്ങളുടെ ആരാധന ഇന്ന് തടഞ്ഞോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ഈ ഓമല്ലൂർ പഞ്ചായത്തിലെ BJPക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. എന്തിനാണെന്നറിയോ? വിനുപാസ്റ്റേ, നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ചിലപ്പോൾ ബിനു പാസ്റ്ററെ പോലെ അല്ലായിരിക്കും എല്ലാവരും. ഇവരെ ചേർത്ത് നിർത്തി അവരുടെ കണ്ണുനീരൊക്കെ തുടച്ച് ദൈവദാസൻ കടന്നു പോകുന്നു. പക്ഷേ നല്ല വശങ്ങളുമുണ്ട്, തീയ വശങ്ങളുമുണ്ട്. ഞാനിപ്പോൾ അവിടെ നടന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അത് ആരുടെ ഭാഗത്താണ് തെറ്റ്? ആ കുട്ടിയുടെ ഭാഗത്താണോ, അധികാരികളുടെ ഭാഗം? നമുക്കിതൊന്നും ഇവിടെ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമല്ല. പക്ഷേ വിമർശിക്കുന്നവർ ഒരു കാര്യം അറിയണം. ഈ ഒരു വൃദ്ധസദനം നടത്തണമെങ്കിൽ, ഒരു അനാഥാലയം നടത്തണമെങ്കിൽ, ഒരു ആതുര സേവന പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവരുടെ തീട്ടം കോരണം, അവരുടെ മൂത്രം, ആ സ്മെല്ല്, ആ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണം.
അവർ പല സ്വഭാവക്കാരാണ്, അവർ പല രീതിയിലുള്ളവരാണ്. അവിടെ പ്രശ്നങ്ങളില്ലാതെ, വഴക്കില്ലാതെ, അലോഹ്യമില്ലാതെ ആ സ്ഥാപനത്തെ മുൻപോട്ട് കൊണ്ടുപോകണം. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവിടെ ഒരു പ്രയാസവും നടക്കാത്ത രീതിയിൽ ഇവിടുത്തെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നതിന് നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെതായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് തന്നെ അത് മുൻപോട്ട് പോകണം. എവിടെയെങ്കിലും നിയമലംഘനമുണ്ടായാൽ അത് നോക്കാൻ ഇവിടെ പോലീസുണ്ട്, ഇവിടെ ചൈൽഡ് വെൽഫെയർ സമിതിയുണ്ട്, ഇവിടെ ഗവൺമെൻറ്റുണ്ട്, കോടതിയുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഏറ്റെടുത്ത് BJP-ക്കാരങ്ങ് വിട്ടുമുട്ടരുത്. നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത ഭാരം നിങ്ങൾ ഏറ്റെടുക്കണ്ട, അതങ്ങ് വിട്ടേര്. കോടതി ഏറ്റെടുക്കേണ്ട കാര്യം, പോലീസ് ഏറ്റെടുക്കേണ്ട കാര്യം, ചൈൽഡ് വെൽഫെയറുകാർ ഏറ്റെടുക്കുക, ഇതെല്ലാം കൂടെ അങ്ങനെ ഏറ്റെടുത്ത് ഈ ആതിരമാടം അങ്ങനെ ഇതെല്ലാം കൂടെ ഏറ്റെടുത്ത് അവർക്ക് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ, കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്യട്ടെ. ആരാധന നടത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തടയും, ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. അതങ്ങനെയാ പണ്ട് മുതൽ. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അംഗത്തടലേയും പുറംതടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താശയും കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CM-ൻ്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ BJP-ക്കാർക്കും RSS-കാർക്കും മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. ഇതറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. നമ്മളിന്നിപ്പം കൂടി ഭയങ്കര വചനമൊക്കെ പറഞ്ഞ് ആത്മാവിലാകുന്നതിനേക്കാൾ വസ്തുനിഷ്ഠമാകുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അടുത്ത ആഴ്ച നമുക്ക് കാൽവറിയും ഗ്ലോറിയും വിക്ടറിയൊക്കെ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഇനിയും ഞാൻ വരാം. സ്തോത്രം. ചില കാര്യങ്ങൾ പറയണം. നമ്മൾ ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് പറഞ്ഞാലേ നാളെ പറഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഏലോക്കി മിനിസ്ട്രിയിലുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ ചേർത്ത് നിർത്തുകയാണ്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ സനാഥര. ഇടയ സംഗമവും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും അതുപോലെ മറ്റ് പെന്തക്കോസ്ത് സംഘടനയിലെ ദൈവദാസന്മാർ എന്തിന് അച്ഛന്മാരുൾപ്പെടെ എന്നെ നിഹാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചുമതലക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആരാധന ആരാ ഭാഷ തടയുന്നത്, അത് കാണണമല്ലോ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം മുസ്ലിമാണ്. ഞാൻ ചോദിക്കുന്നു, പാവപ്പെട്ടവർ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഒരു ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അവരെ വഴി തടഞ്ഞു നിർത്തി അവരോട് മസിൽ പിടിച്ച് കാണിക്കാതെ, ഞാൻ പറഞ്ഞു ഇത്ര വലിയ ബുദ്ധിമുട്ടാണ്, നീയൊക്കെ പാകിസ്ഥാൻ്റെ ബോർഡറിലോട്ട് ചെല്ലേ, നിനക്കൊക്കെ പറ്റിയ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. എടാ, പെന്തക്കോസുകാരെ തല്ലാവോ? സ്ത്രീകളെ തല്ലുന്നതും പെന്തക്കോസുകാരെ തല്ലുന്ന ഒരുപോലെ, രണ്ടു കൂട്ടരും തിരിച്ചു തല്ലത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ദശാംശം ആൾക്കാർ ഇവിടെ വന്നോ പ്രകടനമായിട്ട്? നമ്മളൊരു പ്രകടനം നടത്തി എങ്ങനെ ഇരിക്കും? നമ്മൾ കൂട്ടിയാൽ കൂടും. എടാ, ഒത്തിരി വിഷയങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ, അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, നമുക്ക് വേണ്ടി പെന്തക്കോസിന് വേണ്ടി പറയാൻ ആരുമില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം, അമ്മ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇപ്പോൾ ആളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു കോട്ടം വരുത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനമായാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കുടുംബത്തിൽ പ്രശ്നമില്ലേ? ഒരു വീട്ടിൻ്റെ അകത്ത് പ്രശ്നമില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലേ? മക്കളും തമ്മിൽ പ്രശ്നമില്ലേ? എന്നും പറഞ്ഞാൽ വീടും കത്തിക്കുകയാണോ? എടാ, ഇപ്പം എൻ്റെ മുഖത്തിച്ചിരി ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇരിക്കുന്നെന്നും പറഞ്ഞ് എൻ്റെ തലവെട്ടിക്കളയാണ് ചെയ്യുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ല.
ഞാൻ വേറെ 1-2 ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് മീഡിയ കവറേജാ. ഞാൻ ചോദിക്കുക, വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ 15 കോടിയുടെ ഒരു അഴിമതി ആരോപിക്കപ്പെട്ടു. മൈക്രോ ഫിനാൻസ് ബഹുമാനപ്പെട്ട അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഇതും പറഞ്ഞുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവരെ തടഞ്ഞാലോ? അതെവിടുത്തെ ന്യായമാണ്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള, തന്ത്രി പോലീസ് കസ്റ്റഡിയിലായി. അതിൻ്റെ അർത്ഥം ശബരിമലയിലോട്ട് വന്ന് ബസ് തടയുവാണ്. അത് പോലീസ് അന്വേഷിക്കുക. അതിനാണ് ഇവിടെ പോലീസ്, അതിനാണ് ഇവിടെ പട്ടാളം, അതിനാണ് ഇവിടെ കോടതി ഉള്ളത്. ഒരു അമ്പലത്തിലെ പൂജാരി തെറ്റി എന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ വാതിക്ക വന്ന് നിൽക്കുക. ആരും എന്നൊക്കെ പ്രസാദമില്ല ഇന്ന് ആർക്കും. നാണമില്ലേ നിനക്കൊക്കെ? തലയ്ക്കൊക്കെ താഴ്ത്താമസം വേണം. ഇതൊക്കെ പൊതുസമൂഹം, നമ്മുടെ കാര്യങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അത് പരിഹരിക്കാനാണല്ലോ ഇവിടെ നിയമമുള്ളത്. ഞാൻ ചോദിക്കുന്നു, ഇലന്തൂരിൽ നരബലി നടത്തി. ഏത് BJP-ക്കാരനാണ് ഇവിടെ മാർച്ച് വെച്ചത്? നടത്തിയോ? നിനക്ക് ചരിത്രം അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച പൂജാരി തുണിയില്ലാതെ ഇറങ്ങി ഓടി. നിനക്ക് മാർച്ച് വയ്ക്കാൻ മേലായിരുന്നോ കൊടിയും പിടിച്ചോണ്ട്? നീ മാർച്ച് നടത്തിയോ? നരബലി നടക്കുന്നു, ദുർമന്ത്രവാദം നടക്കുന്നു. എത്ര അനാശാസ്യ പ്രവർത്തനങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ. അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ആൾദൈവത്തിൻ്റെ മഠത്തിൽ ഒരു പെണ്ണ് കൈർലിച്ചാനിൽ ജോൺ ബ്രിട്ടാസിന് കൊടുത്ത ഒരഭിമുഖത്തിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് നടന്ന അഴിമതികൾ 1, 2, 3, 4 എന്ന് പറഞ്ഞു. ആരാ ആശയെടുത്ത്? ആരാ ഇവിടെ പദയാത്ര നടത്തിയത്? ആരാ ജയ് വിളിച്ചത്? ചരിത്രം അറിയത്തില്ല, ചരിത്രം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, സമരം നടത്തിക്കോ, ഞങ്ങൾക്കെതിരെ നടത്തിക്കോ, ഞങ്ങളൊന്നും ആരും വിമർശിക്കരുതെന്നും പറഞ്ഞ് കണ്ണാടിക്കുട്ടി കയറിയിരിക്കുന്നവരല്ല. ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങളെ പത്രക്കാർക്ക് വിമർശിക്കാം, രാഷ്ട്രീയക്കാർക്ക് വിമർശിക്കാം, നാട്ടുകാർക്ക് വിമർശിക്കാം. പക്ഷേ ഏകപക്ഷീയമാകരുത്. ഒരു പന്തിയിൽ 2 കുളം പാടില്ല. അഴിമതിക്കെതിരായിട്ട് സമരം നടത്തുന്നു, എല്ലാ അഴിമതിക്കെതിരെ നടത്തണം. എത്ര സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് തരാം അടുത്ത ദിവസം. പെന്തക്കോസുകാരന് ഒരു നിയമം, മറ്റവന് വേറെ നിയമം. നടക്കത്തില്ല. ഇവിടുത്തെ ഏതെങ്കിലും BJP-ക്കാരൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ് ആരാധന അടച്ചുപൂട്ടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമാണ്. എൻ്റെ കൊച്ചാട്ട, നീ അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. നടക്കത്തില്ല. ഞങ്ങൾ ഒരു തെറ്റിനും അനുകൂലമല്ല. ഒരു കുട്ടി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അത് പോട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, അതിൻ്റെ ആ രീതി പോട്ടെ. അതിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളായ പാവപ്പെട്ട കേരളത്തിലെ ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധനാലയത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പട്ടി ഷോ കാണിക്കാൻ നിന്നാൽ അതിന് മറുപടി പറയാൻ കേരളത്തിലെ ആർജവമുള്ള പെന്തക്കോസിൻ്റെ പുതിയ തലമുറയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എഴുതിയതല്ല, എനിക്കിത് സ്ഥിരം പരിപാടിയാണ്. ഞാനിപ്പം ഇതിൻ്റെ ആളായിട്ടങ്ങ് മാറിയിരിക്കുക. അപ്പം അതിനു വേണ്ടി എഴുതിയതാണ്. നാം ഏറെ ഇഷ്ടപ്പെടുന്നൊരു ഗാനമാണല്ലോ, ഉറുദു ഭാഷയിലുള്ള ദേശഭക്തി ഗാനം. സാരാ ജഹാംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ത്യ ഒരു മനോഹരമായ പൂന്തോട്ടമാണ്, അവിടെ എല്ലാത്തരം പൂക്കളുമുണ്ട്. ഭാരതീയർ അതിനെ പാടി പുകഴ്ത്തുന്ന കുയിലുകളാണ്. ആ പാട്ടിൻ്റെ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജെയ്സ് പാണ്ടനാട് പാസ്റ്റർ ഓർപ്പിച്ച പോലെ ഇന്ത്യ വൈവിധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു സെക്കുലറിസം അടിസ്ഥാനമായി സ്വീകരിച്ച ഒരു പൂന്തോട്ടമാണ്. ഇവിടെ എല്ലാ പൂക്കളും വിടരണം, എല്ലാ പൂക്കളും വിടരണം. താമര മാത്രം വിരിഞ്ഞാൽ മതിയോ? എല്ലാ പൂക്കളും ഇന്ത്യയിൽ വിരിയണം. ആമേൻ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കത്തില്ല. ഇത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ആരുടെ ഔദാര്യമല്ല. ആ സ്വാതന്ത്ര്യം ഇന്ത്യ ഞങ്ങൾക്ക്, ഭരണഘടന ഞങ്ങൾക്ക് വിഭാവന ചെയ്യുന്നുണ്ട്. അതിൻ്റെ 25, 28 വരെയുള്ള ആച്ഛേദങ്ങൾ മതപ്രചരണ സ്വാതന്ത്ര്യത്തെ
പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ്, മതപരിവർത്തനമല്ല. അതായത് ഞങ്ങൾ പറയുന്നത് ഒരു ദൈവം, ഒരു മാതാപിതാക്കൾ, സൂര്യൻ്റെ കീഴിൽ സൃഷ്ടിതാവ് ഒരേ ഒരുവൻ, ആ സൃഷ്ടിതാവ് ജഡാവതാരം ചെയ്ത് വന്നതായ അത്ഭുത സംഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരപ്പിറവി, അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരും. ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. ഇതാണ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ സാരാംശം. ഇത് കേട്ട് ആകൃഷ്ടരായി വരുന്നവരെ ഒരുമിച്ച് നിർത്തി ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തിൽ ആരെങ്കിലും തടഞ്ഞാൽ അവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സമയമൊട്ടുമില്ല. ആമേൻ. ദൈവം അനുവദിച്ച ഇനിയും വരാം. എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് സാധനമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഒരു വാക്യം. കാരണം നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നതാണ്. നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. വായിച്ചോ, അപ്പോസ്തല പ്രവൃത്തി 12:5. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സമയമില്ല. ആമേൻ. നിങ്ങൾ 100 നിന്നോണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ആമേൻ. ആ പ്രാർത്ഥനയാണ് ഇന്നലകളിൽ നിങ്ങൾ ചെയ്ത പ്രാർത്ഥന. ഞാൻ ദൈവദാസനെ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, സഭ മുഴുവനും ആമേൻ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേ ഞാൻ കുറിച്ചു, ഈ വിഷയത്തിൻ്റെ അകത്ത് ജയം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഈ സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ സകല സമര സേനാനികളെ അവരുടെ കഴുത്തും ചോരയും ദാഹിച്ചുകൊണ്ട് എടുക്കൂ വാൾ, പായു റോമൻ സാമ്രാജ്യത്തെ 4 അതിർത്തികളിലേക്കുമെന്ന് അരുളി ചെയ്തപ്പോൾ എതിർവായില്ലാതെ യേശുക്രിസ്തുവിൻ്റെ നാമം അതരത്തിൽ ഉച്ചരിക്കുന്നവൻ്റെ കഴുത്തും ചോരയും ദാഹിച്ചുകൊണ്ട് ആമേൻ പടയാളികൾ പുറപ്പെടുകയാണ്. സ്തോത്രം. പാവപ്പെട്ടവൻ്റെ രക്ത നെടുനീളത്തിൽ പുഴ പോലെ ഒഴുകി ആ രക്തത്തിൽ മുക്കിയെടുത്ത സിംഹാസനത്തിലിരുന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ച ചക്രവർത്തിമാരുണ്ട്. നീറോ ചക്രവർത്തിയും ഡൊമീഷ്യനും ഒക്കെ അവരിൽ പെടുന്നവരാ. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അവരാരെങ്കിലും വിചാരിച്ചിട്ട് സ്തോത്രം ഈ സഭയുടെ ഏതെങ്കിലും ഹല്ലേലൂയ അതിൻ്റെ ഒരു ചെറിയ ചരൽക്കല്ല് അനക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കും. തുടക്കം എങ്ങനെ? 1-ാം വാക്യം, അക്കാലത്ത് എന്ന് പറഞ്ഞാൽ സ്തോത്രം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവനെ പച്ചയ്ക്ക് കത്തിച്ചൊരു കാലമാണ്. മെഴുകുശീലകൾ ചുറ്റി ഉദ്യാനത്തിൽ വിശുദ്ധന്മാരുടെ ശരീരം കത്തിച്ച് വെച്ച് സ്തോത്രം അതിൻ്റെ വെളിച്ചത്തിൽ ക്യാമറ ഡാൻസ് കളിച്ച് അത് കണ്ട് സന്തോഷിച്ച ചക്രവർത്തിമാരുടെ കാലത്ത്. അതാണ് അക്കാലത്ത്. സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ, എല്ലാവരെയും അല്ല. ഇന്ന് പാസ്റ്റർ പറഞ്ഞു പനിയുള്ളവർ വന്നിട്ടില്ല. നീ പനിയുള്ളവരെ സ്തോത്രം ഞാനങ്ങ് വിടുക. കാരണം അവനെ ഒന്നിനും കൊള്ളുകയല്ല. അതായത് ഈ നരകത്തിൽ കൊണ്ടുപോകുമ്പോൾ 1-ാമത്തെ ലിസ്റ്റ് ആരാന്നറിയോ? ഭീരുക്കൾ. കാരണം ചിലർക്ക് ചില ദിവസം പനിയാണല്ലോ. കാരണം ഇവരെ ഒന്നും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. സ്തോത്രം. നമ്മൾ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് നട്ടല് തന്നെ ആയിരിക്കണം. അവിടെ വാഴപ്പിണ്ടി ആയിപ്പോയാൽ വലിയ പാടാണ്. സഭയിൽ എല്ലാവരെയും പിശാച് എന്ത് ചെയ്യത്തില്ല? പീഡിപ്പിക്കുകയല്ല, ചിലരെ പീഡിപ്പിക്കും. സ്തോത്രം. നീ നിൽക്കുമോ എന്ന് കർത്താവിന് അറിയണം. ഹല്ലേലൂയ. ഇന്ന് ആരാധനയ്ക്ക് വന്നവർക്കൊരു സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കാരണം നീ വില കൊടുത്താ വന്നത്. ഇന്ന് നീ വന്നപ്പോൾ സ്തോത്രം നിന്നെ തടഞ്ഞ അന്ധകാര മണ്ഡലങ്ങൾ
അട്ടദിക്പാലകരുടെ, അസുരഗണങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ, കാട്ടുപിശാചുക്കളുടെ, കാവിപാലക ശക്തികൾ ദൈവജനത്തിന്റെ ആരാധനയെ, ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ തടയാൻ ദുഷ്ടപിശാചേ നിനക്കെന്തറിയാം? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഉയർന്നു വരുന്ന സ്തോത്രം, ഇവിടെ ഉയർന്നു വരുന്ന ആരാധനയിൽ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ട്, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളുടെ ശിലാകേന്ദ്രങ്ങളിൽ ആത്മാവിന്റെ തീരോലിയിരുന്ന ആരാധന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടിക്കളയാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഒന്നും നിനക്ക് ഹാനി വരുത്തുകയില്ല. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ ദുഷ്ടന്റെ കോട്ടകൾ, ഉയരട്ടെ അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ. ഇന്ന് പകൽക്കാലം വിടുതലിന്റെ പകൽ, ദൈവശക്തി വ്യാപരിക്കുന്ന പകൽ, അന്ധകാരങ്ങൾ ഓടി മറയുന്ന പകലാണ്. ദൈവത്താലും വേദത്താലും തക്കാലം വൈര പാലത്താലോ സത്യത്തിൽ നമുക്കിന്നൊരു റിക്റ്റിസ്റ്റൺ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇന്ന് ഇത് 2:30-ക്കും തീരത്തില്ല, ഇത് 5 മണിക്കും തീരത്തില്ല. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ പിടിച്ചു കെട്ടാൻ ആർക്ക് പറ്റും? ദൈവത്തിന്റെ കൃപയെ പിടിച്ച് ഒതുക്കാൻ ആർക്ക് പറ്റും? ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നത് സ്തോത്രം ദൈവമക്കളെ, അവർക്കറിയത്തില്ല. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ. കാരണം തീക്കൊള്ളിയും കൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെളിപ്പെട്ട് വരുന്ന ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ എൻ്റെ ആരാധന നമ്മുടെ റിജോയ്ക്ക് അറിയാം. കൂട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആരാധന നടത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ഇരുന്നോ ദൈവമക്കൾ, ഇരുന്നോ. ഉടനെ തന്നെ എഴുന്നേക്കേണ്ടി വരും. സ്തോത്രം. സ്തോത്രം. ഞാൻ ആരാധന നടത്തിയപ്പോൾ ഇതുപോലെ ഹിന്ദു ഐക്യവേദി എവിടുന്നോ വന്നിരിക്കുക. അവിടെ ഐക്യവേദി ഒന്നുമില്ല, അവിടെ ഉള്ളവരെഴുതുമ്പോൾ ഒരു ഐക്യതയില്ല. സ്തോത്രം. അതെനിക്കറിയാം. എവിടുന്നോ ഒരു ഐക്യം കൊണ്ടുവന്ന് ഒരു പ്രതികൂലം, കലക്ടർക്ക് പരാതി, തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, DYSP. സ്തോത്രം. ഒരു വെള്ളിയാഴ്ച കൊണ്ട് നോട്ടീസ് തന്നു, ഞായറാഴ്ച ആരാധന നടത്താൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? സ്തോത്രം. അവിടെ ചെന്നപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരിഹാസവും കൂടെ. സർക്കിൾ എന്നോട് ചോദിച്ചു, മുഖ്യമന്ത്രിയെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാ പാസ്റ്ററെ ആ വിഷയം വിട്ടാലും നിങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹം ചോദിക്കുന്ന വെള്ളിയാഴ്ച, അന്ന് എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമില്ലായിരുന്നു, പക്ഷേ ഞാൻ ശനിയാഴ്ച പരിചയപ്പെട്ടു. നമ്മളങ്ങനെ വെള്ളിയാഴ്ച പരിചയമില്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച പരിചയപ്പെടും. അന്ന് ഞാൻ ചെന്നപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പ്രതിയെ പോലെ അവിടെ നിന്നു. എന്നാൽ സ്തോത്രം, ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഓഫീസിലോട്ട് വിളി വന്നു. നിങ്ങളിനി അവിടുത്തെ കാര്യം അന്വേഷിക്കേണ്ട, അത് ADGPയും അവിടുത്തെ SP ഒക്കെ ഉണ്ട്, അവർ നേരിട്ട് അന്വേഷിച്ചോളൂ, പോലീസ് സ്റ്റേഷൻ വിട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം സർക്കിളിൽ വല്ലാത്തൊരു സ്നേഹം. കാരണം അന്ന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയെ, പിന്നെ ചെന്നപ്പോൾ അറിയാം. സ്തോത്രം, നമ്മുടെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്.
അന്ന് മുതൽ ഇന്ന് വരെ അറിയാം. കാരണം അറിയേണ്ടി വന്നു. ചില പ്രതികൂലം നല്ലതിനാ. ആമേൻ. അഗ്നി പരിശോധനയിൽ നിങ്ങൾ വാക്യം പറ അതിശയിച്ച്, കാരണം അതിൻ്റെ അകത്തൊരു അപൂർവ കാര്യം സാധിക്കും. ഇതൊരു അഗ്നി പരിശോധനയാ. നിങ്ങൾ എഴുതിയിട്ടോ, ഈ പരിശോധനയിൽ ഹോളുപണി നടക്കും. അഗ്നി പരിശോധന എലോഹിം ചർച്ചിന് അഗ്നി പരിശോധനയാണ്. പക്ഷെ അഗ്നി പരിശോധനയ്ക്കകത്ത് ഒരു അപൂർവ കാര്യമുണ്ട്. അത് ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. എല്ലാ തിന്മയല്ല, എല്ലാ ദോഷമല്ല, എല്ലാ മന്ത്രവാദമല്ല, എല്ലാ അറബിക്കട്ടല്ല, അവൻ എല്ലാം ബന്ധനമല്ല. ചിലത് ദൈവത്തിന്റെ പദ്ധതിയോ, ചിലത് ദൈവത്തിന്റെ പ്ലാന്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വചനം എഴുതിയിരിക്കുന്നു, ഹേരോദാവ് സഭയ്ക്കെതിരെ കൈനീട്ടി. ശ്രദ്ധിക്കണം, ഹേരോദാവ് സഭയ്ക്കെതിരെ കൈനീട്ടി. സഭ സ്വർഗത്തിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചു. കേട്ടോ, ഹേരോദാവ് സഭയ്ക്കെതിരെ കൈനീട്ടി. ആമേൻ. സഭ എങ്ങോട്ട് കൈനീട്ടി പ്രാർത്ഥിച്ചു. അപ്പൊ സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈ ഭൂമിയിലേക്ക് നീട്ടി. അത് സഭയ്ക്ക് അനുകൂലമായിരുന്നു, ഹേരോദാവിന് പ്രതികൂലമായിരുന്നു. സ്തോത്രം. പഠിച്ചു വെച്ചോ, ഭൂമി പ്രതികൂലം വരും. സ്തോത്രം. പ്രതികൂലം വന്നപ്പോൾ ആമേൻ, അധികാരികൾ സഭയ്ക്കെതിരെ കൈനീട്ടി. അതാ ഹേരോദാവ്. നിഷ്കളങ്കമായ സഭ സ്വർഗത്തിലേക്ക് കൈനീട്ടി. ഇത് കണ്ട സ്വർഗം ഭൂമിയിലേക്ക് കൈനീട്ടി. അത് സഭയ്ക്ക് അനുകൂലമായിരുന്നു, ഹേരോദാവിന് പ്രതികൂലമായിരുന്നു. പത്രോസിനെ പിടിച്ച് ജയിലിലിട്ട ഹേരോദാവ്, സ്തോത്രം, 12-ാം അധ്യായത്തിലുണ്ട്, 13-ലില്ല. 12-ന്റെ അവസാനം അവനെ കൃമി തിന്നു. പക്ഷെ സഭ 13-ാം അധ്യായത്തിലും ഉണ്ട്. ദൂത് അറിയാവുന്നവർ ദൈവത്തെ സ്തുതിച്ചോ, ദൂത് അറിയാവുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും. പറ. പാതാള ശക്തികളെ കൂട്ടുപിടിക്കുന്ന യാതൊന്നിനും ദൈവത്തിന്റെ സഭയെ പൊളിക്കാൻ, ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കാൻ, ദൈവത്തിന്റെ സഭയെ ഇല്ലാതാക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലോ. Praise the Lord. Jesus. Hallelujah. നമുക്കൊരു സെക്കൻഡ് വിലപ്പെട്ടതാ ഇന്ന്. ആമേൻ. ശ്രദ്ധിച്ചേ, അനേക കാര്യങ്ങൾ എനിക്കവിടെ പറയാനുണ്ട്. സഭ എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ? ശ്രദ്ധയോടെ. ഇനിയുള്ള സമയം ഞാൻ നിങ്ങളോട് പറയാ, സഭ വളരാൻ പോവാ. ആമേൻ. ആമേൻ. അധികാരികൾ ചിലർ നിങ്ങളോടൊപ്പം ആരാധിക്കും. ആമേൻ. ഉന്നത പോലീസ് അധികാരികൾ എഴുതിയിട്ടോ, ഇത് വാഗ്ദത്തമാണ്, ഇത് സഭയ്ക്കുള്ള ദൂത. ആമേൻ. സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവാ. ദൈവം നമ്മുടെ അതിരുകൾ വിശാലമാക്കുന്നവനാ. അത് തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിശ്രദ്ധയോടെ സഭ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അനേക കാര്യങ്ങൾ എനിക്കവിടെ ഓർപ്പിക്കാനുണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസിനെ ഏറ്റവും അകത്തുള്ള സെല്ലിലായിട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. അതായത് പ്രാവിനെ ചുട്ടുകൊല്ലും, പാമ്പിനെ പാല് കൊടുത്ത് വളർത്തും. ബാക്കിയെല്ലാം വീട്ടിൽ ചെന്ന് ഊഹിച്ചെടുക്കുക ചെയ്യാവുള്ളൂ. എനിക്ക് വ്യാഖ്യാനിക്കാൻ സമയമില്ല. അതാ, പ്രാവിനെ എന്ത് ചെയ്യും? ചുട്ടുകൊല്ലും.
എന്നിട്ട് പാമ്പിനെ പാല് കൊടുത്ത്, കാരണം ഇവിടെ പലരുടെ ഞരമ്പിൽ കൂടെ ഒഴുകുന്ന ചോരയല്ല, വർഗീയതയാ. സ്തോത്രം. ദൈവമക്കളെ, പറയാനുള്ളത് പറയണം. വീട്ടിൽ ചെന്നിങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാടകത്തിൻ്റെ നടനെ പോലെ നടക്കാനൊന്നും എനിക്ക് പറ്റുകയില്ല. ഞാൻ പറയാനുള്ളത് പറയാനുള്ളത് കവലെ പറയും, സ്റ്റേജാ പറയാനുള്ളത് സ്റ്റേജാ പറയും, ഒരുത്തൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇങ്ങനൊക്കെ അനുഭവം ഉള്ളത് ബിനിപ്പാഷൊക്കെ അങ്ങനെ, അതാ പുള്ളിക്ക് ശത്രുക്കൾ. ചിലവന്മാർക്ക് ഒരു ശത്രുവില്ല, കാരണം അവൻ പിശാചിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ശാസിക്കാനോ പലിശിക്കാനോ ഞാൻ വരികയല്ല, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല, ഞാൻ കാത്തിരിപ്പിയോഗത്തിന് വരികയല്ല. അതുകൊണ്ട് എന്നെ എൻ്റെ ഭാര്യയും പിള്ളേരെയും എന്ത് ചെയ്യരുത്, നീ ഉപദ്രവിക്കരുത്. സ്തോത്രം. ആമേൻ. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം എല്ലാവരും വന്നപ്പോൾ ഗദരദേശത്തുള്ളവന് ദണ്ഡനം വന്നോ? എടാ, ഒത്തിരി വൈദ്യന്മാർ വന്നു, ഒത്തിരി ഡോക്ടർമാർ അവരെ ചികിത്സിക്കാൻ വന്നു. സ്തോത്രം. അന്നേരം ഒന്നും ഇവന് ദണ്ഡനം വന്നില്ല. പക്ഷെ അവരെല്ലാം വന്നത് ആമേൻ കുതിരപ്പുറത്തും കഴുതയുടെ പുറത്തും പിന്നെ ആമേൻ മറ്റു വാഹനങ്ങളിലാണ്. പക്ഷെ എൻ്റെ യേശു ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത് കടലിൻ്റെ മേളിൽ കൂടെ നടന്നാ വന്നത്. ആമേൻ. സ്തോത്രം. ദൂത് മനസ്സിലായോ? ഈ കടലിൻ്റെ മേളിൽ കൂടെ ഒരുത്തൻ നടന്നു വന്നാൽ കാണുന്നവന് ദണ്ഡനം വരും. അതുകൊണ്ട് അവൻ ചോദിച്ച സമയത്തിന് മുൻപേ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ സന്ദർശനം, നിന്റെ കാൽ സ്പർശനം, ആമേൻ, നീ ഭൂമി ചവിട്ടുമ്പോൾ അത് ചിലർക്ക് ദണ്ഡനമായി മാറാൻ പോകുന്നു. ഓ ഹോ ഹോ ഹോ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, സമയമില്ല. ആരാണ്ട് പറഞ്ഞ പോലെ കയ്യും വായുവല്ല ഇണങ്ങി വന്നപ്പോൾ ചോറ് തീർന്നു പോയെന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. നമ്മളങ്ങോട്ട് ട്രാക്കിലോട്ട് കയറിയതേ ഉള്ളൂ. സമയവും സ്തോത്രം. ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? എനിക്കറിയാം, തോന്നുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവസരം ഉണ്ടെന്നേ. ആമേൻ. സ്തോത്രം. നമുക്ക് 12 മണിക്കൂറോ 7 മണിക്കൂറോ ഒക്കെ വെച്ചിട്ട് പ്രസംഗിക്കാൻ നിൽക്കാം, ഒരുത്തരും തടയുകയല്ല. ഞാൻ നിങ്ങളോട് പറയുക, സ്തോത്രം. ചിലപ്പോൾ ഓഡിറ്റോറിയംകാരൻ പൊക്കോളാൻ പറഞ്ഞാൽ നമ്മൾ പെടും. ഇവിടെ പലരും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ ഒരു ഹോള് തന്നാൽ, സ്തോത്രം, ഒരുത്തൻ്റെ വക്കാലത്ത് വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അത് ഒരുക്കും. ഒറ്റ വാക്ക് പറയാം, ഈ പത്രോസിനെ അകത്തെ തടവിലിട്ടിരിക്കുക. സ്തോത്രം. അപ്പൊ സഭ ശ്രദ്ധയോടെ അത് വിടരുത്. സഭ പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ആമേൻ. സ്വർഗത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് എന്ത് ചെയ്തു? ദൂതനെ അയച്ചു. ദൈവദാസൻ പറഞ്ഞ് 2 ദിവസമായിട്ട് ഉറങ്ങിയില്ലെന്ന്. പക്ഷെ പത്രോസ് ഉറങ്ങി. നമ്മളാണെ ഉറങ്ങുകയല്ല. സ്തോത്രം. കാരണം 2 ദിവസം കഴിയുമ്പം തലവെട്ടാൻ ഇട്ടിരിക്കുക. ഉറങ്ങുവോ? എടാ, ചെറിയൊരു വിഷയം വന്നപ്പോൾ പനിയാന്ന് പറഞ്ഞ് വരാത്ത പുള്ളിയാ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പത്രോസ് ഉറങ്ങി. എന്നാന്നറിയാമോ? പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇപ്പൊ തന്നെ നിനക്ക് അര കെട്ടുന്നു, നിനക്ക് ഇഷ്ടമുള്ളിടത്തോട് നീ പോകുന്നു. പക്ഷേ നീ വയസ്സിൽ നിന്ന് വൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിനക്ക് അര കെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് എന്ത് ചെയ്യും? അപ്പോൾ ഈ ചങ്ങല കടക്കുന്ന കൈ കൊണ്ട് പത്രോസ് പതുക്കെ തലമുടി ഒന്ന് പിടിച്ച് മുന്നോട്ട് നോക്കിയപ്പം ഒരു മുടി പോലും നരച്ചിട്ടില്ല. സ്തോത്രം. പോടാ പുല്ലേ ഹേരോദാവെന്ന് പറഞ്ഞേച്ച് പുള്ളി ഉറങ്ങി. സ്തോത്രം. പറഞ്ഞില്ല. എടാ, വാക്തത്വം ഉണ്ടോ? പാണ്ടിലോര് കയറിയാലും നീ ചാകുകയല്ല. ദൈവത്തിന്റെ വാക്തത്വം നിനക്കുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതൽ ലോകത്തിലൊരു ശക്തിക്കും, ലോകത്തിലൊരു ഇരുട്ടിനും, ലോകത്തിലൊരു അന്ധകാര ശക്തിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഒരു അധികാരത്തിനും, ഒരു പോലീസ് സ്റ്റേഷനിലും, ആമേൻ, സ്തോത്രം, നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ. ദൂതൻ ഇറങ്ങി. അവിടെ എഴുതിയിരിക്കുന്നു, 1-ാം കാവലും 2-ാം കാവലും ദൂതൻ തുറന്നു. 3-ാം കാവൽ തനിയെ തുറന്നെന്നാ അതിന്റെ അർത്ഥം. 1-ാം കാവലും 2-ാം കാവലും ആര് തുറന്നു? ഞാൻ ചോദിക്കുക, താക്കോൽ ആരുടെ കയ്യില? ഹേരോദാവിന്റെ കയ്യിൽ. പക്ഷെ ദൂതൻ എങ്ങനെ തുറന്ന്? സ്തോത്രം. ഞാനൊരു ദൂത് പറയാം.
സ്കൂട്ടർ ഓടിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ ഒരു ദൂത പറഞ്ഞു വിടാം. സ്വത്രം. എടാ ഹേരോദാവേ, ഏത് താഴിട്ട് നീ ഇവിടെ ഞങ്ങളെ പൂട്ടിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി നിന്റെ കയ്യിലും ഒറിജിനൽ സ്വർഗത്തിലുമാ. സ്വർഗം കൊണ്ടുവന്നത് ഈ ഒറിജിനൽ ചാവിയാ. ഏത് താഴിട്ട് നീ എവിടെ പൂട്ടിയാലും ആരാധിക്കാനുള്ളവർ ആരാധിച്ചോ, കരമടിക്കാനുള്ളവർ കരമടിച്ചോ. ദുഷ്ടപ്പിശാച് ഏത് താഴിട്ട് അവൻ എവിടെ നീ പൂട്ടിയാലും, അവൻ ആരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചാലും, അവൻ ഹല്ലേലൂയ ദൂതൻ ഇറങ്ങേണ്ട സമയത്ത്, വിടുതൽ നടക്കേണ്ട സമയത്ത് എന്റെ കർത്താവ് ആ വിടുതലേക്കും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇത് വിടുതലിന്റെ പകൽക്കാലം, ഇത് ആരാധനയുടെ പകൽക്കാലം, ഇത് ദൈവപ്രവൃത്തിയുടെ പകൽക്കാലം. ജീവനമൗടവരമ്മേ